കേന്ദ്രവും സംസ്ഥാനവും ശത്രുക്കളല്ലെന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വിയോജിപ്പുകളുണ്ടെങ്കിലും രാജ്യ പുരോഗതിക്കായി ഒന്നിച്ചു പോകണമെന്ന് തിരുവനന്തപുരത്ത് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഗവർണർ പറഞ്ഞു. വിവിധ ജില്ലകളിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ച സംസ്ഥാനം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പതാക ഉയർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു. സേനാ വിഭാഗങ്ങളുടെ പരേഡിന് ഗവർണർ അഭിവാദ്യം സ്വീകരിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്ക് ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശത്രുക്കളല്ലെന്നും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഗവർണർ should be on different roles. We are not enemies, neither center nor state. All have to follow the path of coming together, having hand in hand and walking together towards the progress of this country. പത്മ പുരസ്കാരം നേടിയവരെ ഗവർണർ അഭിനന്ദിച്ചു. കേരളം പല മേഖലകളിലും ഒന്നാമതാണ്. തിരഞ്ഞെടുപ്പിൽ 100% പോളിംഗ് എന്ന നേട്ടം കൈവരിക്കണമെന്നും ഗവർണർ ആഹ്വാനം ചെയ്തു. Kerala has always been leader in this country in different fields, in education, in medical facility, in social reforms, in all other fields. Now let us path a new way. Let us show the world, let us show our country that Kerala is this time going to vote. 100% voting will be achieved by Kerala. That is what we are trying to do. ജില്ലകളിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മന്ത്രിമാർ വിമർശിച്ചു. അതിക്രമങ്ങൾ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതാണെന്ന് മന്ത്രിമാർ പറഞ്ഞു. നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷതയുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്ത് അതിന് ഭംഗം വരുത്തുന്ന രൂപത്തിലുള്ള ഏതു നീക്കത്തെയും എല്ലാ അർത്ഥത്തിലും ഓരോ ഭാരതീയ പൗരനും ചെറുത്ത് പരാജയപ്പെടുത്താൻ മുന്നോട്ട് വരണമെന്ന് ഈ സന്ദർഭം അഭ്യർത്ഥിക്കുന്നു. ഭരണഘടനയുടെ കാവലാളാവുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. അത് ഭരണകൂടത്തിന്റെയോ ഭരണാധികാരികളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല. നിയമസഭയിൽ സ്പീക്കർ എൻ ഷംസീർ പതാക ഉയർത്തി. രാഷ്ട്രീയ പാർട്ടി ആസ്ഥാനങ്ങളിലും മറ്റു സ്ഥാപനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.